സത്യത്തിൽ ഇന്ദുവിന്റെ ചോദ്യം കേട്ട് ഞാൻ സ്തബ്ധനായി പോയിരുന്നു. ഇന്നലത്തെ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എന്റെ ആദ്യ രാത്രിയെ പറ്റിയാണ് ചോദിക്കുന്നത്. എന്നേക്കാൾ 10 വയസ്സിന് ചെറുതാണ് ഈ കുലച്ചു നിൽക്കുന്ന കുള്ളൻ തെങ്ങ്. ഇന്നത്തെ തലമുറയ്ക്ക് ഈ നാണവും മാനവും എന്ന് പറയുന്ന സാധനം ഇല്ലേ? കാലം പുറകിലേക്ക് കറങ്ങുകയാണോ? നാളിതുവരെ വളരെ മാന്യതയോടെയും അച്ചടക്കത്തോടെയുമൊക്കെയാണ് ഈ ഇന്ദു എന്നോട് പെരുമാറിയിരുന്നത്. അധികം സംസാരിക്കുക പോലും ചെയ്യുമായിരുന്നില്ല. മോളെ കെട്ടിച്ചു തരുമോ മാമ എന്ന് ഞാൻ ഇവളുടെ അച്ഛനോട് ചോദിച്ചപ്പോൾ ഒരു നോട്ടം കൊണ്ടുപോലും സപ്പോർട്ട് ചെയ്തവളല്ല ഇവൾ. ഇവൾ ഇപ്പോൾ ആദ്യരാത്രിയുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ച് എന്റെ മുന്നിൽ വന്നു നിൽക്കുന്നു. വിവാഹത്തേക്കാൾ അവിഹിതമാണ് ത്രില്ലിംഗ് എന്നൊരു ചിന്ത ഇപ്പോഴത്തെ പെൺകുട്ടികളിൽ രൂഢമൂലമായതിന്റെ തെളിവാണോ ഈശ്വര ഞാനിപ്പോ കൺമുന്നിൽ കാണുന്നത്? എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു, കല്യാണം കഴിയുന്നതിന് മുമ്പ് പെൺപിള്ളാരെങ്കിലും ഒന്ന് ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചു നടന്ന കാലത്ത് ഒരൊറ്റ പെണ്ണും അവനെ ശ്രദ്ധിച്ചതുപോലുമില്ല. പക്ഷേ അവന്റെ കല്യാണം കഴിഞ്ഞ ശേഷം അവനെ കണ്ടാൽ പെൺപിള്ളാർ ഓടി വരികയാണ് പോലും. എത്ര സംസാരിച്ചാലും അവർക്ക് മതിയാകുന്നില്ലത്രേ. പെൺപിള്ളാർ എന്താ ഇങ്ങനെ? പണി പഠിച്ചവരെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും മാത്രമേ കമ്പനികൾ ജോലിക്കെടുക്കൂ. അതുപോലെ പെൺപിള്ളാരും തുടങ്ങിയോ? ഇതാണ് മുതലാളിത്തം. മുതലാളിത്തത്തിന്റെ ദൂഷ്യവശങ്ങൾ ദൈനംദിന ജീവിതത്തിലേക്കും കടന്നു വരുന്നത് കണ്ടോ? ഇനി രക്ഷയില്ല. ഞാൻ പറഞ്ഞു, ഇന്നലത്തെ രാത്രി എന്നത്തെയും പോലെ തന്നെ ഇരുട്ടായിരുന്നു, അത്ര തന്നെ. അയ്യോ അതല്ല, ഫസ്റ്റ് നൈറ്റിന്റെ കാര്യമാ ചോദിച്ചത്. ഇന്ദു ചിരിച്ചു. ആരാ ജയിച്ചത്, ഉണ്ണിയേട്ടനോ അതോ ഋതുവേച്ചിയോ? ഗവേഷണ ആവശ്യത്തിന് വേണ്ടിയായിരിക്കും ഇവൾ ഇതൊക്കെ ചോദിക്കുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ ഇത്തരം വിഷയങ്ങൾ കാണല്ലോ PhD കൊടുക്കുന്നത്. ഞാൻ ചമ്മലോടെ പറഞ്ഞു, ജയിക്കാനും തോൽക്കാനും ഇതെന്താ യുദ്ധമോ? അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. കിണറ്റിന്റെ കരയിൽ ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, ഞാൻ നട്ട കുറച്ച് വാഴകൾ തഴച്ചു വളർന്ന് കുലയ്ക്കാറായി നിൽപ്പുണ്ട്. ഉണങ്ങിക്കരിഞ്ഞ വാഴയിലകളാൽ നാണം മറച്ചു നിൽക്കുകയാണ് നല്ല കുടുംബത്തിൽ ജനിച്ച എന്റെ പ്രിയപ്പെട്ട വാഴ പെൺമണികൾ. കുലയ്ക്കും വരെയേ ആയുസുള്ളൂ എങ്കിലും അല്പമായ ഈ ജീവിതത്തിൽ മാന്യതയോടെ ജീവിതം നയിക്കാനായി വാഴകൾ വസ്ത്രമാക്കിയിരിക്കുന്ന കരിഞ്ഞുണങ്ങിയ വാഴക്കൈകൾക്കിടയിൽ 2 കണ്ണുകൾ ഞാൻ കണ്ടു. എനിക്ക് അപാരമായ കാഴ്ചശക്തിയാണ്. അതുകൊണ്ടാണ് ഇത്ര സൂക്ഷ്മമായി ഞാൻ ആ കണ്ണുകൾ കണ്ടത്. ആ കണ്ണുകളുടെ ദൃശ്യം അതുപോലെ എടുത്ത് മിടുക്കനായ എന്റെ തലച്ചോർ അതിദ്രുതം വിശകലനം ചെയ്തപ്പോൾ ആ കണ്ണുകളുടെ ഉടമ എന്റെ പുതുപുത്തൻ ഭാര്യയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഊഹിച്ചതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. കല്യാണം കഴിഞ്ഞെത്തുന്ന പെണ്ണ് ആ വീട്ടിലെ എന്നല്ല, ആ നാട്ടിലെ തന്നെ സുന്ദരിമാരുടെ പിന്നാലെ ഒരു കുറ്റാന്വേഷകയെ പോലെ അലയുകയാണ് ആദ്യം ചെയ്യുക. എന്തിനു വേണ്ടിയെന്നോ? ഭർത്താവിന്റെ മുൻ കാമുകിയെ തേടി. കണ്ടെത്തിയാൽ അവർ അന്വേഷണം അതോടെ നിർത്തും. കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലോ ജീവിതകാലം മുഴുവൻ അതിന് പിന്നാലെ നടക്കും, ഒരു ഭ്രാന്തിയെ പോലെ. അതുകൊണ്ട് മുൻ കാമുകിയില്ലാത്തവർ സൂക്ഷിക്കുക, നിങ്ങളുടെ ജീവിതം ഒരു നരകമായിരിക്കും. ഋതുവും അങ്ങനെ ഒരു കുറ്റാന്വേഷക തന്നെ. ഇന്ദു പറഞ്ഞതൊക്കെ ഋതു കേട്ടായിരിക്കും. ഋതുവിനെ തൃപ്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉടനടി ചെയ്യേണ്ടിയിരിക്കുന്നു. ഇന്ദു, നീ ഇങ്ങനെ നിലവാരമില്ലാത്ത കാര്യങ്ങൾ എന്നോട് പറയരുത്. എന്നിലേക്ക് അമിതമായ ദേഷ്യം വന്നു. ഭാര്യ ഒളിഞ്ഞു നിന്ന് നോക്കുമ്പോൾ ഏത് ഭർത്താവും ഇതുപോലെ ദേഷ്യപ്പെടും. ഞാൻ വെറുതെ തമാശയ്ക്ക് ചോദിച്ചതല്ലേ, അതിനെന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇതൊക്കെ എല്ലാവരും ചോദിക്കുന്നതല്ലേ. ഇന്ദുവിന് ഇതുവരെ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. ഞാൻ ചിന്തിച്ചു, ഭഗവാനെ, ഇവൾ എതിർത്ത് സംസാരിക്കുകയാണല്ലോ. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇന്ദു, നീ എന്റെ സഹോദരിയാണ്, അത് നിനക്ക് ഓർമ്മ വേണം. ഒരു സഹോദരി സഹോദരനോട് സംസാരിക്കുന്നതേ നീ എന്നോട് സംസാരിക്കാൻ പാടുള്ളൂ. ഞാനും വിട്ടുകൊടുത്തില്ല. സംസ്കാരത്തെ മുറുകെ പിടിക്കാത്ത ഇവളോടൊക്കെ ഇങ്ങനെ തന്നെ സംസാരിക്കണം. അല്ല പിന്നെ. ഞാൻ സഹോദരി അല്ലല്ലോ, മുറപ്പെണ്ണല്ലേ. ദൈവമേ, ഇവൾ ഉരുളയ്ക്ക് ഉപ്പേരി കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയതാണോ? മുറപ്പെണ്ണാണ് പോലും. എന്നിട്ടാണോ ഞാൻ കല്യാണം ആലോചിച്ചു വന്നപ്പോൾ തന്തയും മോളും കൂടെ ശാസ്ത്രത്തെക്കുറിച്ച് എന്നോട് ക്ലാസ് എടുത്തത്? ജനിക്കുന്ന കുട്ടികൾക്ക് 4 കാലും 2 തലയും ഉണ്ടാകുമത്രേ. ഇങ്ങനെ ഒളിച്ചും പതുങ്ങിയും അടുക്കളപ്പുറത്ത് വന്ന് ശൃംഗരിച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാകില്ലയോ? ഞാൻ ചാടിക്കേറി പറഞ്ഞു, മുറപ്പെണ്ണെന്ന് വെച്ചാൽ ഇക്കാലത്ത് സഹോദരിയാണ്. എനിക്കും നീയൊരു സഹോദരിയാണ്. ഋതു കേൾക്കാൻ കൂടെയാണ് ഞാൻ ഈ ഡയലോഗ് പുറപ്പെടുവിച്ചത്. അതറിയാമായിരുന്നിട്ട് എന്തിനാ അച്ഛൻ്റെ അടുത്ത് കല്യാണാലോചനയുമായി വന്നത്? ഇന്ദു ചോദിച്ച ആ ചോദ്യം കേട്ട് ഞാൻ നടുങ്ങിപ്പോയി. ഈ പെൺകുട്ടിയുടെ വിടുവായത്തരം എന്റെ ജീവൻ എടുക്കുമെന്നാണ് തോന്നുന്നത്.
ഞാൻ ഭീതിയോടെ വാഴക്കൂട്ടത്തിലെ കരിയിലകൾക്കിടയിലേക്ക് നോക്കി. ആ നിമിഷം കരിയിലകൾ വകഞ്ഞുമാറ്റി കൂർത്ത കണ്ണുകളോടെ ഋതു ഇറങ്ങി വന്നു. ഞാൻ പിതൃക്കളോടും അപ്പൂപ്പന്മാരോടും മനമുരുകി പ്രാർത്ഥിച്ചു, എനിക്കൊരാപത്തും വരുത്തരുതേ പിതൃക്കളെ. There's something that'll give you relief. There's something that'll have what you need, what you need.